ഹരേ കൃഷ്ണ. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകമാണ് നോക്കേണ്ടത്. രണ്ടാമത്തെ ശ്ലോകം. പ്രസുപ്ത പശുപാലികാം നിഭൃതമാരുദദ്ബാലികാമപാവൃത കവാട്ടികാം പശുപവാട്ടികാമാവിശൻ ഭവന്തമയമർപ്പയൻ പ്രസവതൽപകേ തത്പദാദ്വഹൻ കപടകന്യകാം സ്വപുരമാഗതോ വേഗതഃ. ശ്ലോകം. പ്രസുപ്ത പശുപാലികാം. പശുപാലിക എന്ന് പറഞ്ഞാൽ ഗോപസ്ത്രീകളുടെ, പ്രസുപ്ത എന്നാൽ നല്ല സുഷുപ്തിയിലാണ്ടിരിക്കുന്ന ഗോപസ്ത്രീകൾ. അവിടെ ഭഗവാനെ എടുത്തുകൊണ്ട് കാളിന്തി നദിയൊക്കെ കടന്ന് ഇപ്പുറത്ത് വന്ന് വസുദേവര് ഇപ്പോൾ എവിടെ എത്തി? നന്ദഗോപരുടെ ഗൃഹത്തിൽ എത്തിയിരിക്കുന്നു. അവിടെ എത്തിയപ്പോൾ ആ സൂതികാഗൃഹത്തിന് സമീപം എത്തിയപ്പോൾ വസുദേവർ എന്താ കണ്ടത്? പ്രസുപ്ത പശുപാലികാം. ആ ഗോപസ്ത്രീകളൊക്കെ നല്ല സുഖനിദ്രയിലാണ്. നിഭൃതമാരുദദ്ബാലികാമപാവൃത കവാട്ടികാം. നിഭൃതം ആരുദദ്ബാലികാം അപാവൃത കവാട്ടികാം. നിഭൃതം ആരുദദ്ബാലികാം. അവിടെ വന്നപ്പോൾ ഒരു ബാലിക എന്ന് പറഞ്ഞാൽ ഒരു പെൺകുഞ്ഞ്. നിഭൃതം ആരുദത്. ആരുദത് എന്ന് പറഞ്ഞാൽ രോദനം ചെയ്തുകൊണ്ടിരിക്കുന്ന, കരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു പെൺകുഞ്ഞ്. അവിടെ ആ ഗോപസ്ത്രീകളുടെ, ഉറങ്ങിക്കിടക്കുന്ന ഗോപസ്ത്രീകളുടെ സമീപമായി ആ യശോദാമ്മയുടെ അടുത്ത് ആ കുഞ്ഞുവായില് കുഞ്ഞു കരച്ചിലോട് കൂടി കിടക്കുന്ന ഒരു പെൺകുഞ്ഞ്. അപാവൃത കവാട്ടികാം. അപാവൃത എന്ന് പറഞ്ഞാൽ തുറന്നു കിടക്കുന്നതായിട്ടുള്ള കവാട്ടികാം. കവാടങ്ങളൊക്കെയും അവിടുത്തെ വാതിലുകളൊക്കെയും തുറന്നു കിടക്കുന്നു. അപ്പോൾ തന്നെ ആ ഒരു ഗോകുലത്തിൻ്റെ മഹത്വം, അവിടെ ചതിവും മോഷണവും ഒന്നുമില്ലാത്ത ഒരു നാടാണ് എന്നുകൂടി അത് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നുകിൽ അങ്ങനെയാവാം, അല്ല എങ്കിൽ ബന്ധനങ്ങൾ എന്ന് പറയുന്നത് തന്നെ മായയാണ്. അവിടെ സാക്ഷാൽ മായാഭഗവതി അവതരിച്ചപ്പോൾ ബന്ധനങ്ങളെല്ലാം ബന്ധനങ്ങളല്ലാതായി മാറിയതാകാം. കവാടങ്ങളൊക്കെ താനെ തുറന്നു കിടന്നതാകാം. രണ്ട് തരത്തിലും അത് ശരിയാണ്. ഗോകുലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ വിശ്വാസവഞ്ചനയോ ചതിയോ കളവോ ഇല്ലാത്തൊരു സുന്ദരമായ നാടാണ് അവിടെ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലായിടത്തും പ്രവേശനവും അതേപോലെ സ്നേഹ സന്തോഷങ്ങൾ നിറഞ്ഞ സഹകരണവുമുള്ള ഒരു നാടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ വസുദേവര് ആ ഉണ്ണിയുമായി ഇവിടെ വരുമ്പോൾ ധാരാളം ഗോപസ്ത്രീകളുണ്ട് അവിടെ ആ സൂതികാഗൃഹത്തില്, ആ പ്രസവമുറിയുടെ സമീപത്തില്. അവരൊക്കെ നല്ല സുഖനിദ്രയിലാണ്. അകത്ത് ആ പ്രസവിച്ച് കിടക്കുന്ന യശോദാമ്മയുടെ അടുത്ത് മലർക്കെ തുടർന്ന് കിടന്നിരുന്ന കവാടങ്ങൾക്കുള്ളിലേക്ക് കടന്നപ്പോൾ വസുദേവര് കണ്ടത് കുഞ്ഞു വായിൽ കരയുന്ന ഒരു കുഞ്ഞു പെൺകുഞ്ഞിനെയാണ്. പശുപവാട്ടികാമാവിശൻ. പശുപവാട്ടികാം ആവിശൻ. ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പശുപവാട്ടികാമാവിശൻ. പശുപവാട്ടികാം. പശുപവാട്ടി എന്ന് പറഞ്ഞാൽ ആ പശുക്കളെ ഉപജീവന മാർഗമാക്കി ജീവിക്കുന്ന ആ നന്ദഗോപരുടെ
ഗൃഹത്തിലേക്ക് ആവിശൻ എന്ന് പറഞ്ഞാൽ അതിനുള്ളിലേക്ക് കടന്നു ചെന്ന ഭവന്തമയമർപ്പയൻ, ഭവന്തം അയം അർപ്പയൻ, 3 വാക്കുകളാണ് അവിടെ. അയം എന്ന് പറഞ്ഞാൽ ആ വസുദേവര്, അർപ്പയൻ ഭഗവാനെ അവിടെ കിടത്തിയിട്ട്, ഭവന്തം എന്ന് പറഞ്ഞാൽ ആ വസുദേവർ അവിടെ വന്ന ആ ഭഗവാനെ, അല്ലയോ ഭഗവാനെ, അവിടെ ആ യശോദാമ്മയുടെ സമീപം കിടത്തിയിട്ട് പ്രസവതൽപ്പകെ, അതായത് ആ പ്രസവിച്ച് കിടന്ന കട്ടിലിൽ ഭഗവാനെ, ആ കയ്യിൽ കൊണ്ടുവന്നിരുന്ന ഭഗവാനെ മനസ്സില്ലാ മനസ്സോടെയാണ്, ഭഗവാനെ കയ്യിലെടുത്താൽ ആർക്കാണ് താഴെ വയ്ക്കാൻ തോന്നുക, ആർക്കാണ് മറ്റൊരാളിനെ ഏൽപ്പിച്ചു പോരുവാൻ തോന്നുന്നത്? പക്ഷേ ഭഗവാന്റെ സങ്കല്പം അങ്ങനെയായിരുന്നത് കൊണ്ട് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെ വസുദേവര് ഭഗവാനെ ആ പ്രസവതൽപ്പത്തിൽ, ആ യശോദാമ്മ കിടന്നിരുന്ന ആ പ്രസവമുറിയിൽ കട്ടിലിൽ അങ്ങനെ കിടത്തിയിട്ട്, ആ തൽപ്പത്തിൽ കിടത്തിയിട്ട്, തത്പദാ പ്രസവതൽപ്പകെ തത്പദാദ്വഹൻ കപടകന്യകാം, തത്പദാത് അവിടെ നിന്ന്, വഹൻ കപടകന്യകാം, അവിടെ തത്പദാദ്വഹൻ, തത്പദാത് വഹൻ, 2 വാക്കുകളാണ് അവിടെ. വഹൻ എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട്, വഹിച്ചുകൊണ്ട്, ആരെ? കപടകന്യകാം, ആ കുഞ്ഞു ബാലികയായി അവിടെ വന്ന് കിടന്നില്ലേ, അതാരാ? കപടകന്യകയാണ്. സാക്ഷാൽ മായാഭഗവതി തന്നെ, ജഗദംബിക തന്നെയാണ് അവിടെ വന്ന് ഒരു കപട കന്യകയായിട്ട് വന്ന് കിടക്കുന്നത്, ഒരു കുഞ്ഞു പെൺകുഞ്ഞായി അവിടെ വന്ന് കിടക്കുന്നത് ആ മായാഭഗവതി. അങ്ങനെയുള്ള ആ കപട കന്യകയെ എടുത്തുകൊണ്ട് സ്വപുരമാഗതോ വേഗത, സ്വപുരം ആഗത, സ്വപുരം തൻ്റെ പുരത്തിൽ, ആ മധുരാപുരിയിൽ, ആ കാരാഗൃഹത്തിൽ, ആഗത മടങ്ങിയെത്തി. എങ്ങനെ? വേഗത, വളരെ വേഗത്തിലാണ് തിരിച്ചു പോകുന്നത്. എന്താ? വസുദേവരുടെ ഉള്ളിലൊരു ഭയമുണ്ട്, കംസനെങ്ങാനും ഉണർന്നാൽ, തന്നെയുമല്ല താൻ പുറത്തേക്കിറങ്ങുമ്പോൾ കവാടങ്ങളൊക്കെ അന്നേരം ഭഗവാൻ കയ്യിലുണ്ടായിരുന്നു. ഭഗവാന്റെ ഒരു കൃപ കൊണ്ട്, ഭഗവാന്റെ നിശ്ചയം പോലെ ആ കവാടങ്ങൾ അല്ല നമ്മൾ കണ്ടിരുന്നു, അതിശക്തമായ പൂട്ടുകളാൽ ബന്ധിതമായിരുന്നു ആ മുറിയപ്പോൾ. ധാരാളം കാവൽക്കാരുണ്ടായിരുന്നു. ഇനി അവരെങ്ങാനും ഉണർന്നാലോ, യശോദാമ്മയുടെ അടുത്ത് തന്നെ കാണുന്നില്ല, തന്നെയല്ല പ്രസവിച്ച കുഞ്ഞിനെയും കാണുന്നില്ല എന്നൊക്കെ വരുമ്പോൾ എന്താവും അവിടെ നടക്കുക? ഇവരുണർന്നിട്ടുണ്ടാവുമോ? കംസൻ അറിഞ്ഞിട്ടുണ്ടാവുമോ? തുടങ്ങി പലതരത്തിലുള്ള ചിന്തകൾ വസുദേവരെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് അവിടെ ആ യശോദാമ്മയുടെ സമീപത്തിൽ തൻ്റെ കയ്യിലിരുന്ന ഭഗവാനെ മനസ്സില്ലാ മനസ്സോടുകൂടിയാണെങ്കിലും ആ തൽപ്പത്തിൽ കിടത്തിയിട്ട് തിരിഞ്ഞൊന്നു നോക്കി. കണ്ടിട്ട് മതിയായില്ല ആ പൂമുഖം. ഒന്നുകൂടി ഒന്ന് കണ്ടു ആ ചിരിക്കുന്ന മുഖം. എന്നിട്ട് പതുക്കെ ആ മായാഭഗവതിയെ കൈകളിൽ ഏന്തിക്കൊണ്ട്, ആ കപടകന്യകയെ കൈകളിൽ എടുത്തുകൊണ്ട് അതിവേഗമാണ് തിരിച്ചിങ്ങോട്ട് നടന്നത്. അങ്ങോട്ട് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായില്ല. എന്തേ? ഭഗവാൻ തന്നെയാണ് ആനന്ദസ്വരൂപൻ. കൈകളിൽ ഇരുന്നപ്പോൾ പരമാനന്ദ നിർവൃതിയിൽ അങ്ങനെ ഒന്നും അറിയാതെ ഭഗവാൻ നയിച്ച് എത്തിക്കേണ്ടടുത്ത് എത്തിച്ചത് കൊണ്ട് തന്നെ തിരിച്ചു പോന്നപ്പോൾ ഭഗവാനെ അവിടെ കിടത്തി. അതിൻ്റെ വിഷമം ഒരു ഭാഗത്ത്, അതിലേറെ മായാഭഗവതിയാണ് ഇപ്പോൾ കൈകളിൽ. ചിന്തകൾ ഓരോന്നോരോന്നായി മനസ്സിൽ അങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. എളുപ്പം തിരികെ വീട്ടിലെത്തണം, ആ കാരാഗൃഹത്തിലെത്തണം. ഇനി ഇതൊക്കെ തിരികെ എങ്ങനെ ബന്ധിതമാകും ഒന്നും അറിയില്ല. ഏതായാലും ആ കപട കന്യകയും വഹിച്ചുകൊണ്ട് വസുദേവര് വളരെ ധൃതിയിൽ തന്നെ തൻ്റെ ഗൃഹത്തിലേക്ക് പോന്നു. അവിടെ അങ്ങനെ ആ കാരാഗൃഹത്തിൽ മടങ്ങിയെത്തി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പ്രസുപ്ത പശുപാലികാം നിഭൃതമാരുദദ്ബാലികാമവാപാവൃത കവാട്ടികാം പശുപവാട്ടികാമാവിശൻ ഭവന്തമയമർപ്പയൻ
പ്രസവതൽപകേ തത്പദാദ്വഹൻ കപടകന്യകാം സ്വപുരമാഗതോ വേഗത. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പൊതുവെ നല്ല മനോഹരങ്ങളായിട്ടുള്ള ശ്ലോകങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് 39ാമത്തെ ദശകം. ഓരോ പാദങ്ങൾക്കും നീളമുണ്ടെങ്കിലും വായിക്കുവാൻ അത്ര പ്രയാസമുള്ളതായിട്ടുള്ള വാക്കുകളല്ല ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ചിലയിടങ്ങളിൽ സമസ്ത പദങ്ങൾ ഉള്ളത് കൊണ്ട് കഴിയുന്നതും ചേർത്ത് വായിക്കുവാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ എളുപ്പമാണ്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ പാദത്തിൻ്റെ അവസാനവും രണ്ടാമത്തെ പാദത്തിൻ്റെ ആദ്യവും കൂടി ചേർത്ത് ഒരു സമസ്ത പദമാണ്. കഴിയുന്നതും അത് പദം പിരിക്കാതെ വായിക്കുക. നിഭൃതമാരുതദ്ബാലികാം അപാവൃതകവാടികാം. അത് കഴിയുന്നതും പദം പിരിക്കാതെ വായിക്കുക. ഇനിയും അങ്ങനെ ചേർത്ത് വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിഭൃതമാരുതദ്ബാലികാം, ബാലികാം എന്നവിടെ എടുത്തുകൊണ്ട് താഴെ അപാവൃതകവാടികാം എന്ന് എടുക്കാവുന്നതാണ്. കഴിയുന്നതും ചേർത്ത് വായിക്കുക. അതല്ല എങ്കിൽ നിഭൃതമാരുതദ്ബാലികാം അപാവൃതകവാടികാം, അതങ്ങനെ തന്നെ ചേർത്തെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ എടുക്കുമ്പോൾ ബാലികാം അപാവൃത എന്നുള്ളിടത്ത് മായയുടെ അകാരം ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ അടുത്ത പശുപവാടികാം ആവിശൻ, അവിടെ മായയുടെ അകാരമാവിശനാണ്. അത് അകാരം ശ്രദ്ധിച്ച് വായിക്കുക, നീട്ടിയെടുക്കുക എന്നുണ്ട്. പിന്നെ അടുത്ത ഭവന്തമയം അർപ്പയൻ, ഭവന്തം അയം അർപ്പയൻ, രണ്ടിടത്തും മായ്ക്കുക. ഭവന്തം അയം എന്നുള്ളിടത്ത് മായയുടെ അകാരം കൊടുക്കുക. അയം അർപ്പയൻ, അവിടെ ഈ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. ഇനി മൂന്നാമത്തെ പാദത്തിൻ്റെ അവസാനവും നാലാമത്തെ പാദത്തിൻ്റെ ആദ്യവും കൂടി ചേർത്ത് വീണ്ടും ഒരു സമസ്ത പദമാണ്. തത്പദാദ്വഹൻ, അവിടെ കഴിയുന്നതും ചേർത്ത് വായിക്കുക. ഇനിയും ചേർത്ത് വായിക്കുവാൻ കഴിയാത്തവർക്കാണെങ്കിൽ തത്പദാത്, ത എന്നവിടെ എടുത്തുകൊണ്ട് താഴെ വഹൻ എന്ന് വായിക്കാവുന്നതാണ്. പ്രസവതൽപകേ തത്പദാത് വഹൻ കപടകന്യകാം, അവിടെ കഴിയുന്നത്ര ദ്വ എന്ന് തന്നെ എടുത്ത് വായിക്കുന്നതാവും നല്ലത്. തത്പദാദ്വഹൻ, അങ്ങനെ. പിന്നെ അടുത്തത് സ്വപുരമാഗതോ, സ്വപുരം ആഗതഃ ആണ്. മായയുടെ അകാരം ശ്രദ്ധിക്കുക, നീട്ടിയെടുക്കുക അകാരം. അതുപോലെ വേഗത, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ച് നിർത്തുവാൻ ശ്രമിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അടുത്തതിനി മൂന്നാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.